പണ്ടൊന്നും ജർമ്മനിയിൽ അങ്ങനെ പുതിയ മലയാളം മൂവീസ് ഒന്നും വരത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷമായിട്ടാണ് ഇങ്ങനെ പുതിയ പുതിയ മലയാള സിനിമകളൊക്കെ ഇവിടെ റിലീസ് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട് കേട്ടോ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് മലയാളികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ജർമ്മനിയിലോട്ട്. ഒരു മലയാള സിനിമ ഇവിടെ വരുമ്പം നമ്മളതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അജയന്റെ 2ാം മോഷണം എന്ന മൂവിയാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് തുല്യാ സൂക്ഷ്മ സമയത്താണ് ഞങ്ങൾ തിയേറ്ററിലെത്തിയത്. ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ഇവരുടെ വെബ്സൈറ്റ് വഴി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് 3D മൂവി ആയിരുന്നതുകൊണ്ട് 3D ഗ്ലാസസ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ ക്യൂവിൽ നിൽക്കേണ്ട വന്നു. സാധാരണ നമ്മൾ 3D ഗ്ലാസ് സിനിമ കണ്ടു കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുകയാണല്ലോ പതിവ്. പക്ഷേ ഇവിടെ നമ്മൾ €1 കൊടുത്തിട്ട് 3D ഗ്ലാസ് സ്വന്തമായിട്ട് വാങ്ങിക്കണമായിരുന്നു. വൈകിട്ട് 7:30 സിനിമ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾ ഈ 3D ഗ്ലാസ് ഒക്കെ വാങ്ങിച്ച് വന്നപ്പോഴത്തേന് തന്നെ 7:45. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച സിനിമയൊക്കെ ഓൾറെഡി തുടങ്ങി കാണുമെന്ന്. പക്ഷെ ഞങ്ങൾ തിയേറ്ററിനകത്തോട്ട് കയറിയപ്പോഴത്തേന് പേരെഴുതി കാണിക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇരുട്ടായിരുന്നതുകൊണ്ട് വളരെ പാടുപെട്ടാണ് ഞങ്ങളുടെ സീറ്റൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഇൻട്രൊഡക്ഷനിൽ തന്നെ മോഹൻലാലിൻ്റെ വോയിസ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ കൂടെ ടൊവിനോയുടെ പ്രകടനം കൂടെ ആയപ്പോൾ പൊളിച്ചു. സാധാരണ FSK 18 റേറ്റിംഗിലാണ് മലയാള സിനിമ ഇവിടെ വരാറുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്കൊന്നും തിയേറ്ററിൽ വന്ന് മലയാള സിനിമ കാണാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് FSK 12 റേറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 6 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പേരൻസിൻ്റെ കൂടെ വന്ന് ഈ മൂവി കാണാം. എൻ്റെ മക്കൾക്ക് ഈ മൂവി വളരെ ഇഷ്ടപ്പെട്ടു. ഒരേ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇതിൻ്റെ 3D എഫക്റ്റ് അത്ര സുഖമില്ലായിരുന്നു. എന്തായാലും സിനിമ പൊളിയായിരുന്നു കേട്ടോ. ധൈര്യമായിട്ട് പോയി കാണാം.